പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് മറുപടിയുമായി പ്രധാനമന്ത്രി. ആണവായുധം കാട്ടി ഭാരതത്തെ വിരട്ടേണ്ട. സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നത് ഉറച്ച തീരുമാനമാണ്. 7 പതിറ്റാണ്ടായി രാജ്യത്തെ കർഷകർക്ക് ലഭിക്കേണ്ട ജലം ശത്രു രാജ്യത്തേക്ക് ഒഴുകി. സിന്ധു നദിയിലെ ജലം ഭാരതത്തിലെ കർഷകരുടേതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരർക്ക് അർഹമായ തിരിച്ചടി നൽകി. ധീര ജവാന്മാർക്ക് സല്യൂട്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. मेरे प्यारे देशवासियों, भारत ने तय कर लिया है, खून और पानी एक साथ नहीं बहेंगे। अब देशवासियों को भली भांति पता चला है कि सिंधु का समझौता कितना अन्यायपूर्ण है, कितना एक तरफा है। भारत से निकलती नदियों का पानी दुश्मनों के खेत को सींच रहा है और मेरे देश के किसान, मेरे देश की धरती पानी के बिना प्यासी है। ये ऐसा समझौता था जिसने पिछले 7 दशक से मेरे देश के किसानों का अकल्पनीय नुकसान किया है। अब हिंदुस्तान के हक का जो पानी है उस पर अधिकार सिर्फ और सिर्फ हिंदुस्तान का है, हिंदुस्तान के किसानों का है। കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, 79ാം സ്വാതന്ത്ര്യ ദിനം അഭിമാനത്തിന്റെ ഉത്സവം എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശത്രുരാജ്യത്തിന് കൃത്യമായ മറുപടിയും നൽകുന്നുണ്ട്. പാകിസ്ഥാന്റെ ആണവ ഭീഷണി തങ്ങളുടെ മേൽ വേണ്ട, ആണവായുധം കാട്ടി ഭാരതത്തെ വിരട്ടണ്ട, സിന്ധു നദീജല കരാറിൽ യാതൊരു തരത്തിലുള്ള പുനരാലോചനയുമില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒപ്പം ധീര ജവാന്മാർക്ക് സല്യൂട്ട് എന്നും പറയുന്നുണ്ട്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പറഞ്ഞത്? രോഹിണി, 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് ഭാരതത്തിന്റെ കരുത്തും നിലവിലുള്ള മുൻപോട്ടുപോക്കും വികസിത ഭാരതമെന്ന ലക്ഷ്യവും ഭീകരതയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാനും നൽകുന്ന മറുപടിയും അവരോടുള്ള നിലപാടുമെല്ലാമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ആ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എന്നുള്ളത് ആത്മനിർഭർ ഭാരത്, വികസിത ഭാരതം തുടങ്ങിയിട്ടുള്ളതാണ്. അതായത് ഒരു വശത്ത് ഭീകരതയ്ക്കും പാകിസ്ഥാനുമെതിരെ മറുപടി നൽകിക്കൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല, ഭീകരതയ്ക്കെതിരെയും സന്ധിയില്ലാത്ത പോരാട്ടം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ മറുവശത്ത് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക്, ആ ലക്ഷ്യം മാറിപ്പോവാതെയുള്ള യാത്ര ഭാരതത്തിനുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. സ്വാതന്ത്ര്യ ദിനം എന്നുള്ളത് അനേകായിരം ധീരന്മാരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്, ഇന്ന് അഭിമാനത്തിൻ്റെ ഉത്സവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിലേക്കും ഭീകരതയ്ക്ക് രാജ്യം നൽകുന്ന മറുപടിയിലേക്കും അദ്ദേഹം കടക്കുകയുണ്ടായി. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ളത് ഉറച്ച തീരുമാനമാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായിട്ടുള്ള മറുപടി ഭീകരർക്കും പാകിസ്ഥാനും നൽകുകയുണ്ടായി. ഭീകരരെ മണ്ണിനടിയിലാക്കിയെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തി എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. ഭാരതത്തിന്റെ മേക്ക് ഇൻ ഇന്ത്യ ആശയത്തിൻ്റെയും സൈനിക വീര്യത്തിൻ്റെയും ആയുധത്തിൻ്റെയും ശക്തി എത്രത്തോളമാണ് എന്ന് ലോകം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കാണുകയുണ്ടായി. ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് നേരെ, ജനങ്ങളുടെ സമാധാനത്തിന് നേരെ ഉയരുന്ന ഏതൊരു ചോദ്യവും മറുപടി നൽകാതെ വിട്ടുപോകില്ല എന്നാണ് പാകിസ്ഥാനും ഭീകരർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം പാകിസ്ഥാൻ്റെ ആണവ ഭീഷണി ഒരു തരത്തിലും വിലപ്പോവില്ല, ആണവ ഭീഷണിയിലൂടെ വിരട്ടാൻ നോക്കണ്ട എന്നും അത്തരത്തിലൊരു ഭീഷണിയും വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഭീകരതയ്ക്ക് കൃത്യമായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കൂടാതെ കഴിഞ്ഞ 7 പതിറ്റാണ്ട് സിന്ധു നദിയിലൂടെ ഭാരതത്തിലെ കർഷകർക്ക് അവകാശപ്പെട്ട ജലം ഒഴുകിപ്പോയത് ശത്രു രാജ്യത്തേക്കാണ്. അതുകൊണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനത്തിലൊരു പുനരാലോചനയില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരു ഭാഗം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തിൻ്റെ മുൻപോട്ട് പോക്ക്. അടുത്ത നിരവധി വർഷങ്ങൾ രാജ്യം 100ാം സ്വാതന്ത്ര്യ ദിനാഘോഷം കൊണ്ടാടുമ്പോൾ എവിടെ എത്തി നിൽക്കണം ഭാരതമെന്ന വ്യക്തമായ കാഴ്ചപ്പാടും റൂട്ട് മാപ്പും തയ്യാറാക്കിക്കൊണ്ടാണ് നിലവിലെ ഭരണ നേതൃത്വത്തിൻ്റെ യാത്ര എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. എല്ലാ വെല്ലുവിളിയും നേരിട്ടുകൊണ്ട്, ഏത് പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് നാം ഒന്നിച്ചു നിന്നുകൊണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യം
ലക്ഷ്യത്തിലേക്ക് എത്തും. അതിനുള്ള ഒരേ ഒരു മാർഗം ആത്മനിർഭരതയാണ്, അതായത് സ്വയം പര്യാപ്തതയാണ്. അത് എല്ലാ മേഖലയിലും, താഴെ തട്ടു മുതൽ അങ്ങ് പ്രതിരോധ മേഖല വരെ, സാങ്കേതിക വിദ്യ വരെ, ഏത് മേഖലയിലും ആത്മനിർഭരത കൈവരിച്ചുകൊണ്ട് 2047ഓടുകൂടി ഭാരതം വികസിത രാജ്യമെന്ന ലക്ഷ്യം എത്തിപ്പിടിക്കുമെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിൻ്റെ മാർഗം എന്നുള്ളത് അതിൻ്റെ മാർഗം എന്നുള്ളത് സ്വയം പര്യാപ്തത അല്ലെങ്കിൽ ആത്മനിർഭരത മാത്രമാണ് എന്നുള്ളതും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. കൂടാതെ വൈവിധ്യത്തിലും ഏകതയാണ് നമ്മുടെ സൗന്ദര്യം. അടിയന്തരാവസ്ഥ ഒരു കാലത്തും ജനങ്ങൾ മറക്കരുത്. ഭരണഘടനയെ ഇരുട്ടിലാക്കിയ അതിൻ്റെ കാലഘട്ടവും അതിൻ്റെ കാരണക്കാരെയും ഒരിക്കലും മറക്കരുത് എന്ന് കൂട്ടിച്ചേർത്തിട്ടുള്ള പ്രധാനമന്ത്രി വൈവിധ്യത്തിലും ഏകതയോടുകൂടി ഒരുമിച്ച് നിന്ന് രാജ്യം മുൻപോട്ട് പോകണം എന്നാണ് വ്യക്തമാക്കിയത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകി.